Watch full episodes on Jio Hotstar. ഇതെന്തായി സംഭവിക്കുന്നത്? ഇതൊരു ട്രാപ്പാണല്ലോ. ഇതെന്താ സംഭവിക്കുന്ന ഡോക്ടർ ആചാര്യ? ആരെങ്കിലും ഒന്ന് ഞങ്ങളെ താഴെ ഇറക്കിക്കേ. ഇത് ആന്റി ഗ്രാവിറ്റി ഫോഴ്സ് ആക്ടിവേഷൻ ആണ്. ആരെങ്കിലും ആ ക്യൂബ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആന്റി ഗ്രാവിറ്റി ഫോഴ്സ് ആക്ടിവേറ്റ് ആയേക്കും. അതുകൊണ്ട് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ ഐപാഡ് ഇൻസ്പെക്ടർ ചിങ്കം സാറിന്റെ അടുത്തായിരുന്നല്ലോ. ഇയാളുടെ അടുത്ത് ഇത് എങ്ങനെ വന്നു? അതിൽ മിസൈൽ എങ്ങനെയാ ഫയർ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ചെല്ലു, അതാദ്യം തടയൂ. ശരി, ഇപ്പോൾ മിസൈൽ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാം. ബൈ ബൈ. എത്രയും പെട്ടെന്ന് ഈ റൂബിക്സ് ക്യൂബിന്റെ കോഡ് സോൾവ് ചെയ്യണം. പെട്ടെന്നവിടെ. വേഗം പോയി അവനെ പിടിക്ക്. മിസ്റ്റർ ഫോക്സ്, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്റെ മോട്ടു. മിസ്റ്റർ ഫോക്സ്, ആ ക്യൂബ് എനിക്ക് താ. എനിക്ക് തന്നെ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നീ ഇതും കൊണ്ടുപോയിട്ട് എന്തോന്ന് ചെയ്യാനാ? എടാ, ഇത് സോൾവ് ചെയ്യുന്നത് എന്റെ ഒരു ഹോബി ആയിരുന്നു. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് നിനക്കുള്ളതാണ്. ഓക്കേ. എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? നിർത്ത്. കണ്ടില്ലേ, കഴിഞ്ഞു. അല്ല, ഇതല്ല. അയ്യോ, ഇതുമല്ല. എന്റെ മോട്ടു. മോട്ടു, അങ്ങനെ ചെയ്ത അവന് കോഡ് കിട്ടും. അങ്ങനെ ചെയ്യരുത് മോട്ടു. നിന്റെ സുഹൃത്തിനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ പത്ലു? പത്ലു, നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ കളിക്കാം. ഇത് രണ്ടാമത്തെ ഗോൾ. ഒരു ഗോളും കൂടി. അതെ, ഞാനൊരു സയന്റിസ്റ്റ് ആണ്, അല്ലാതെ ഗോൾ കീപ്പർ അല്ല. ഇന്നാ പിടിച്ചോ എന്റെ അവസാനത്തെ ഗോൾ. ഞാനത് നോക്കട്ടെ. അതേ പത്ലു, നിന്റെ കൂട്ടുകാരൻ എപ്പോഴും ഇതേപോലെയാണോ എല്ലാം കൊളാക്കുക? നിങ്ങൾ ടൈം നോട്ട് ചെയ്തായിരുന്നോ? അതായത് ഞാൻ എത്ര സെക്കൻഡിനകമാണ് ഇത് തീർത്തതെന്ന്? അടിപൊളി. തീർച്ചയായിട്ടും ഇത് വേൾഡ് റെക്കോർഡ് ആയിരിക്കും. വേൾഡ് റെക്കോർഡൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഒരു വേൾഡ് ഡിസ്ട്രോയ് യൂറോപ്പായും നടക്കാം. ഇത് ചീറ്റിംഗ്. ഞാൻ എന്റെ കൂടെ ഇപ്പൊ ചെയ്തത് ചീറ്റിംഗ് ആണ്. മോട്ടു, അവനെ പിടിക്ക്. എടാ പത്ലു. മോട്ടു, നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആന്റി ഗ്രാവിറ്റി പവർ ഇതോടെ തീർന്നുതാ. ഞങ്ങളിപ്പോ നിങ്ങൾ എല്ലാവരെയും തീർക്കാൻ പോവുകയാണ്. വെറും 5 മിനിറ്റ് ബാക്കിയുള്ളൂ. വരൂ, നമുക്ക് കുറച്ചേറെ സംസാരിച്ചിരിക്കാം. എന്റെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് എന്നെ സംശയം തോന്നിയത്? തുടക്കം മുതലേ എനിക്ക് നിന്നെ സംശയമുണ്ടായിരുന്നു. നിനക്ക് പ്രോജക്ട് എക്സിന്റെ ലൊക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം മുതല് പ്രോജക്ട് എക്സിന്റെ സീക്രട്ട് ഫയല് ചിങ്കം സാറിന്റെ കയ്യിലാ ഉള്ളത്. അപ്പൊ അവർക്ക് തന്നെ ലൊക്കേഷൻ അറിയില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കുന്ന പോലെയാ ഉള്ളത്. രണ്ടാമത്തെ സംശയം എപ്പോഴാ വന്നതെന്ന് അറിയോ? നീ താഴെ പ്രോജക്ട് എക്സിന്റെ റിസപ്ഷൻ ഹാളിൽ വന്നപ്പോ അവിടെയുള്ള ഇന്റീരിയർ വർക്കിനെ കുറിച്ച് പ്രശംസിച്ചില്ലേ? ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വന്ന പോലെ. ചിങ്കം സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന ആളാ. അങ്ങനെയുള്ള ആൾ ഇങ്ങനെ പ്രശംസിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്റെ സംശയം എപ്പോഴാണെന്ന് അറിയോ അധികമായത്? ഡോക്ടർ ആചാര്യക്ക് നിങ്ങൾ പോലീസിന്റെ യൂണിഫോം ഇട്ട് കൊടുത്തില്ലേ? പക്ഷെ ആ സമയത്ത് നീ പോലീസിന്റെ ഷൂസ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിരുന്നു. അത് ശരിയാണ്. വെരി ഇന്റലിജന്റ്, പക്ഷേ വേസ്റ്റ് ആയി പോയി.
മിസ്റ്റർ ഫോക്സ് എപ്പോഴും അവസാന മത്സരത്തിൽ വിജയിച്ചിരിക്കാം. കാരണം ഞാൻ കാട്ടിലുള്ള ചെന്നയേക്കാളും സൂത്രശാലിയാണ്. Launch detection. Launch detection. Target locked. Target locked. പത്ലു നോ ഞാൻ ഉണ്ടാക്കിയ മിസൈൽ അവസാനം ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. മോട്ടു, ഈ ഗ്ലാസ് ചുവര് എത്രയും പെട്ടെന്ന് പൊട്ടിക്ക്. കണ്ടോ പത്ലു? എന്തു പറ്റി? തകർക്ക്. മോട്ടു, come on. മനസ്സ് തളരാൻ പാടില്ല. ചെല്ല് ഈ കണ്ണാടി ചുമര് പോലും വളരെ സ്ട്രോങ് ആയി കെട്ടിയതാണ്. മിസൈൽ കൊണ്ട് അടിച്ചാൽ പോലും ഇതിനെ തകർക്കാൻ കഴിയില്ല. ഡിറ്റക്റ്റീവ് ആകാൻ വേണ്ടി വന്നിരിക്കുന്നു. ഐഡിയ. മോട്ടു, എന്നാ പിടിച്ചോ. സമോസ കഴിക്കേ പണി തുടങ്ങ. ജയ് ഹോ! മിസൈലിനെ കൂടെ തന്നെ കളിയിലെത്ര. ഇവൻ സമോസ കഴിച്ചത് പൊട്ടിക്കാൻ പോവാണോ? എന്താ ഇത്? ഓ നോ, ഇത്രയും സ്ട്രോങ് ആയ കണ്ണാടി നീ പൊട്ടിച്ചോ? അതെ ഫ്രാൻസ്, ഇവന്മാരെ പിടിക്കേ. ഞങ്ങളെ അടിക്കാൻ വരികയാണോ? പിടിച്ചോ. അയ്യോ, ഞാൻ വഴക്കുന്നില്ല. എന്റെ വീട്ടിലേക്ക് ഞാനൊരു സൈനിസ്റ്റാ. ഒരു മിനിറ്റ് കൈ എടുക്ക. നിന്നെ അടിച്ച് എന്റെ കൈ വേദനിക്കുന്നു. പിടിച്ചോ. ഇനി മിസൈൽ ഞാൻ താഴോട്ട് അയക്കാൻ പോവാ. അങ്ങടാ പോട്ടെ. മിസൈൽ നീ താഴെ ഇന്നാ മുകളിലേക്ക് വന്നു കഴിഞ്ഞു. മോട്ടോ, ഞാനിപ്പോ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ, അടിക്കല്ലേ. ഞാൻ നിന്റെ ബോസ് ആണടാ. അയ്യോ, നിനക്ക് കണ്ണ് കാണില്ലേ? ആള് നോക്കി അടിക്കടാ. ഈ കളി ഇവിടെ വെച്ച് തന്നെ തീർക്കണം. വിടാനാ പറഞ്ഞ. ഇന്ന് തന്നെ കോൺലന്റ് ബ്ലാസ്റ്റ് നടത്തിയിരിക്കണം. നടക്കില്ല. നടക്കും. നടക്കില്ല. നടക്കും. നടക്കില്ലെന്ന്. നടക്കും. അതല്ല ഞാൻ പറഞ്ഞ നടക്കില്ലെന്ന്. നടക്കും. എന്താണ് എന്നെ വെച്ച് തമാശ കളിക്കുക? അല്ല, ഈ മിസൈലിന് സംസാര ശേഷിയുണ്ടോ? നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റാർട്ടും സ്റ്റോപ്പും അമർത്തി കളിക്കുക. എന്തെങ്കിലും ഒന്ന് വേഗം തീരുമാനിക്കേ. ഞാൻ മുകളിലോട്ട് പോകണോ അതോ വേണ്ടയോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പൊട്ടിത്തെറിക്കും. ഫൈനൽ ഉറപ്പിച്ചോ? തകർക്കണം. ഓക്കെ, താങ്ക്സ്. വേണ്ട മിസ്റ്റർ ഫോക്സ്, അങ്ങനെ ചെയ്യരുത്. വെറും 10 സെക്കൻഡിനുള്ളിൽ എന്റെ മിഷൻ പൂർത്തിയാകാൻ പോവുകയാണ്. മോട്ടു, എന്തെങ്കിലും വേഗം ചെയ്തേ മതിയാകൂ. ഇല്ല, ഞങ്ങൾ നിങ്ങളെ ചെയ്യാൻ വിടില്ല. മോട്ടു, നീ ഇപ്പോഴല്ലേ ഒരു കിണ്ണം സമൂസ തിന്ന്. നീ വളരെ ബലശാലിയാണെന്ന് മറക്കരുത്. നിന്റെ സമൂസയുടെ പവർ കാണിക്ക. അതെ പത്ലു, വെരി സോറി, ഞാൻ മറന്നുപോയതാ. അതുകൊണ്ടാ. മിസ്റ്റർ ഫോക്സ്,
മിഷൻ ഫെയിൽഡ്. മിഷൻ ഫെയിൽഡ്. അയ്യോ, എനിക്ക് എന്തായി സംഭവിക്കുന്നത്? നീ എന്താടാ ചെയ്തത്? നോ, 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 നോ. ഇവര് എന്റെ എല്ലാ പ്ലാനും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനിയിപ്പോ ഇവന്റെ മാസ്ക് അഴിച്ചിട്ട് ഇവന്റെ മുഖം നോക്കാം, ഇവൻ ആരാണെന്ന്. എന്നിട്ട് ഉറപ്പായിട്ടും ഇവനെ ജയിലിലേക്ക് അയക്കണം. വേണ്ട വേണ്ട വേണ്ട, എന്റെ മാസ്ക് നിങ്ങൾ എടുക്കരുത്. ഞാൻ ഇങ്ങനെ നേരെ ജയിലിലേക്ക് പൊയ്ക്കോളാം. ഐ ഡിമാൻഡ് റെസ്പെക്ട്. എന്താ പറഞ്ഞ? ഇന്നാ പിടിച്ചോ വേണ്ട 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 വേണ്ട, ഐ സറണ്ടർ. ഞാൻ ജയിലിലേക്ക് പൊയ്ക്കോളാം, ജയിലിലേക്ക് പൊയ്ക്കോളാം. എന്റെ മുഖത്തേക്ക് മാത്രം നോക്കല്ലേ. അല്ല, ഇത് നമ്മുടെ ആ പഴയ ഖോപ്പിടിയല്ലേ, പക്ഷെ മൊട്ടത്തലയൻ ഖോപ്പിടിയോ? അയ്യോ, എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കിട്ടിരിക്കല്ലേ. കുറച്ച് സമയം മുമ്പേ ഞാൻ ക്രൂരനായ ഒരു വില്ലനായിരുന്നു. അപ്പൊ എന്നെ എല്ലാരും റെസ്പെക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഒരു കോമഡി വില്ലനായി മാറി. ആരാണ് ഇവിടെ കൂടുതൽ സംസാരിക്കുന്നേ? ഇവിടെ ആരാടാ ബോസ്? ഹലോ. ഒരു തീരുമാനം എടുക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ല. ഓൺ ഓഫ് ചെയ്ത് എന്നെ ദേഷ്യപ്പെടുത്തുക അല്ലേ? എന്റെ ഒപ്പം വാ, നിന്നെ ഞാൻ സ്പേസിൽ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. ആയോ? താഴെ ഇറക്കടാ, എന്നെ വിട്ടേക്കടാ. താങ്ക് യു മോട്ടു പത്ലു. ഈ ജോലി വളരെ കഷ്ടമുള്ളതാണ്, പക്ഷെ നിങ്ങളത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർത്തു. ഞങ്ങൾ അത് സാധ്യമാക്കി. കാരണം സൂത്രപ്പണി ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രമല്ല, പാഷനും കൂടിയാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അതെ, എംപോസിബിള്. മിസ്റ്റർ ഫോക്സ് എവിടെ പോയി? എങ്ങോട്ട് പോയി? എവിടെ പോയവൻ? മിസ്റ്റർ ഫോക്സിനെ മിസ്റ്റർ മിസൈല് കൊണ്ടുപോയിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.